ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി. ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞത്. ജനറൽ സർവീസിന് വേണ്ടി കയറിയതാണ്. അതിനകത്ത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടാക്കിയിട്ട് വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് രാവിലേക്ക് എടുക്കുമ്പോൾ മൂവ് ആവാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ പെട്ടെന്നൊരു പൊട്ടൽ പോലെ കാണിച്ച് വണ്ടി ഓഫായി പോവാം. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ മാറ്റാനാണ് പറഞ്ഞത്. അതേപോലെ തന്നെ വണ്ടി ഓടിക്കാനൊരു സ്മൂത്തില്ല. ഇത്രയൊക്കെയാണ് ജോബ് കാർഡിൽ കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യും. ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, ലൈറ്റുകൾ, സ്വിച്ച് ഐറ്റംസ് എല്ലാം നമ്മൾ അതിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. ടയർ പ്രഷർ തുടങ്ങി ബ്രേക്ക് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. ഹീറോൻ്റെ കമ്പനി ഫിൽട്ടർ ബ്രേക്ക് ഷൂ തന്നെയാണ് കിടക്കുന്നത്. ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ചെയിൻ ഈ പറഞ്ഞ പോലെ ടൈറ്റ് ചെയ്യാനുണ്ട് നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറും പുതിയ ടയർ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. ഹബിന് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. ലൈനർ വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ചെയിൻ ചെറുതായിട്ട് ലൂസ് ഉണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് ഒരു മാറ്റേണ്ട ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം പൊടി കാര്യങ്ങളുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ കൂട്ടത്തിൽ മാറ്റേണ്ട ഒരു ഐറ്റമാണ് സ്പാർക്ക് പ്ലഗ് നമ്മൾ ഇടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചതും പ്രകാരം നമ്മളത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലഗ് തൽക്കാലം ഇത് തന്നെ മതി. എയർ ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്തിടണം. പിന്നെ എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ ഓയിലിൻ്റെ അവസ്ഥ ഇതാണ്. ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടേക്ക് കൃത്യമായിട്ട് നോക്കാം. അടുത്ത 3000 കിലോമീറ്ററിലാണ് നമുക്ക് നെക്സ്റ്റ് ഓയിൽ ചേഞ്ച് വരാം. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി അതനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ ഇതാണ് അതിൻ്റെ അവസ്ഥ കേട്ടോ. അത്യാവശ്യം തുരുമ്പ്, ടാങ്കിൽ ഫുള്ള് തുരുമ്പാണ്. അത് ഇതിനകത്തേക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കായി പോയേക്കാണ്. ശരിക്കും ഇതൊക്കെ ശരിക്കും ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസൊക്കെയാണ് ആ കംപ്ലൈൻ്റായിട്ട് മൂവ് ചെയ്യാനുള്ള കംപ്ലൈൻ്റൊക്കെ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ തുരുമ്പൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഈ ഓവർഫ്ലോ നീഡിൽ വന്ന ഭാഗമുണ്ടല്ലോ, അത് ഈ സൈഡിൽ ഹോളൊക്കെ ചെറുതായിട്ട് ഓവലായിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ കറക്റ്റ് സീറ്റിങ്, ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുക. അപ്പോൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതുമുള്ള ഫുൾ അഴുക്ക്, അതേപോലെ ക്ലാവ് പോലെ ഉണ്ടെങ്കിൽ അതെല്ലാം പൊളിഞ്ഞു പോകുന്നതിന്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് ഓവർഫ്ലോ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതായത് പെട്രോളിൻ്റെ ഈ അടിയിക്കട ആ പൈപ്പിക്കട ഈ സൈഡിൽ വന്ന ഈ പൈപ്പിക്കട പെട്രോൾ ഓവർഫ്ലോ പോകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഓവർഫ്ലോ വരും എന്ന് കരുതിയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാണ്ട് മാർഗ്ഗമില്ല. കാരണം അതിൻ്റെ ഉള്ളൊക്കെ അത്രയ്ക്ക് അഴുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ലീൻ ചെയ്ത് നോക്കാം. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മാക്സിമം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നടപടി ആയില്ലെങ്കിൽ കാർബറേറ്റർ അസംബ്ലി ഈ യൂണിറ്റ് പാടി മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. അതിനൊരു മൂലകാരണം എന്ന് പറഞ്ഞാൽ ടാങ്കിലൊക്കെ തുരുമ്പാണ്. ഈ സംഭവം ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമാണ് ഈ കാണുന്നത് കേട്ടോ. ശരിക്കും വാട്ടർ കണ്ടൻറ്റും ഈ അലുമിനിയം തമ്മിൽ റിയാക്ഷൻ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് വന്നേക്കണ പ്രോബ്ലംസാണ് ഇതെല്ലാം തന്നെ. പിന്നെ പെട്രോൾ ടാപ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ തുരുമ്പാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് തുരുമ്പാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലീൻ ചെയ്ത് നോക്കാം. കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ടാങ്കിൻ്റെ അവസ്ഥ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടാങ്കിനകത്ത് ഈ സൈഡിൽ കൂടെയൊക്കെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം, ഇതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പാണ് ഈ കാണുന്നത്. അത് മൊത്തം അതിൻ്റെ ഉള്ളിൽ തുരുമ്പാണ്. അപ്പോൾ നമുക്ക് പരമാവധി നല്ല പ്രഷറിൽ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുക. മാക്സിമം ക്ലീൻ ചെയ്യാൻ നോക്കാം. എന്നാലും ഈ തുരുമ്പ് പിടിച്ചാകുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ കണ്ടത് ഇതിൻ്റെ അകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പ് കാര്യങ്ങളുണ്ട്. പരമാവധി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. എന്നാൽ പോലും ചെറിയൊരു തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസൊക്കെ ഉണ്ടാവാം. അപ്പോൾ പെട്രോൾ ഇച്ചിരി കൂടുതലടിച്ചിട്ട് അതിനകത്തേക്ക് ഒരു അല്പം ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നിസ്സാര ഓയിൽ കേട്ടോ. അത് പമ്പിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ അളവിൽ ഓയിൽ ഒഴിച്ച് തരും. അപ്പോൾ അത് ശരിക്കും ടാങ്കിന് ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ പോലെ നിൽക്കും. വന്ന തുരുമ്പൊന്നും ചെയ്യാൻ പറ്റില്ല. തുരുമ്പിൻ്റെ ആ ഒരു ആധിക്യം കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അതിൻ്റെ ഈ വയറിങ്ങിൻ്റെ ഭാഗത്ത് ഇവിടെ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. കാരണം നമുക്ക് വണ്ടി ഹാൻഡിൽ റൊട്ടേഷൻ വന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് ആ കംപ്ലയിൻറ്റ്സ് കാണുന്നത്. അതിൻ്റെ അതിവിടെ വയറ് പൊട്ടിയിട്ട് ന്യൂട്രലൈറ്റൊക്കെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് പ്രത്യക്ഷത്തിൽ ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. ആ കംപ്ലയിൻറ്റും കൂടി നമ്മൾ തീർക്കണുണ്ട്. ഈ വയറൊക്കെ അതിനകത്ത് വിട്ട് കിടക്കണം കേട്ടോ. അതും കൂടി കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയർ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. കാരണം ഏറെക്കുറെ അതിൻ്റെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് നമ്മളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ഈ ബൂട്ട് സെറ്റ് ഒന്ന് മാറ്റിയിടേണ്ടി വരും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബഡ്ജായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്. കണ്ടോ, ഈ സൈഡ് പൊട്ടി ഒടിഞ്ഞ പോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്.
അപ്പോൾ ഐസൊലേറ്റർ കേബിളും കൂട്ടത്തിൽ തന്നെ നമ്മൾ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് തന്നെ. അതിനകത്ത് ജനറൽ സർവീസിൽ വന്ന വർക്കുകളാണ് ഒട്ടുമിക്കതും. കാർബറേറ്റർ അസംബ്ലി ക്ലീനിങ്, കാർബറേറ്റർ ക്ലീനിങ്, ടാങ്ക് ക്ലീനിങ് ഒക്കെ ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കുകളാണ്. അതിന് അഡീഷണലാണ് അതിൻ്റെ ചാർജ് വരാം. ഈ വയറിങ്ങിൻ്റെ ഇതും ഒക്കെ എക്സ്ട്രാ വന്ന വർക്കുകളാണ് കേട്ടോ. എന്നാൽ പോലും നമുക്കത് കൂട്ടത്തിൽ നമുക്കത് ക്ലിയർ ചെയ്ത് വിടണു എന്ന് മാത്രം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, നമുക്ക് ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഏതായാലും നമുക്കൊരു 5 മണിയൊക്കെ ആവും, 4:30-5 മണിയൊക്കെ ആവും വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്തെങ്കിലും. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടാലും എന്തെങ്കിലും പറയാൻ വിട്ടുപോയണ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് പറയാം. വണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയണ കേസ് ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് തന്നേക്കാം കേട്ടോ.